സുനിൽ, നമ്മുടെ പാർട്ടി കോൺഗ്രസിൽ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടക്കുക. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് PB അംഗമായ രാഘവലുവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക? നമ്മളതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ആഴത്തിലുള്ള ചർച്ച ഇന്നും നടക്കുമെന്നാണ് അറിയുന്നത്. നാളെയാണ് CC കൂടി ഈ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാവുക, അല്ലേ പി. സുനിൽ? അരുൺ, വൈകിട്ട് 7 മണിക്കാണ് സംഘടനാ റിപ്പോർട്ട് PB അംഗം രാഘവലു അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയായിരിക്കും, നാളെയായിരിക്കും പൊതുചർച്ച നടക്കുക. ഏതായാലും സംഘടനാ റിപ്പോർട്ടിലാണ് സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു, എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ ചർച്ചകൾ നടക്കുക. നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് മറ്റന്നാളായിരിക്കും മറുപടി പറയുക. ഏതായാലും അതിനുശേഷമാണ് പുതിയ ഭാരവാഹികളുടെ കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമുണ്ടാവുക. ഏതായാലും നാളെ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി ചേരും. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു ഏകദേശ ഒരു ധാരണ ഉണ്ടാക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് MA ബേബി തന്നെ പാർട്ടിയുടെ അടുത്ത ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കേന്ദ്ര നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അതല്ലാതെ മറ്റു ഓപ്ഷനില്ല എന്നൊക്കെയാണ് പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിലൊരു വലിയ പ്രതിസന്ധി തന്നെ CPM-ലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയൊക്കെ തന്നെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ആണെങ്കിൽ ഒരുപാട് നേതാക്കൾ, തലയെടുപ്പുള്ള നേതാക്കളൊക്കെ തന്നെ ദേശീയ തലത്തിലുണ്ട്. ഏതായാലും അത്തരമൊരു അങ്ങനെ ചൂണ്ടിക്കാണിച്ചത് തീർച്ചയായും ദേശീയ പാർട്ടികളുമായി മറ്റ് പാർട്ടികളുമായി ഒക്കെ തന്നെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കൾ എന്ന നിലയിൽ ഏതായാലും MA ബേബിയുടെ പേരിലേക്ക് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം എത്തുന്നത് എന്നതാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. ഏതായാലും ഇന്നലെ നടന്ന പൊതുചർച്ചയിൽ പ്രധാനമായും ഈ പാർട്ടി അവലോകനമായിരുന്നു, രാഷ്ട്രീയ അവലോകനമായിരുന്നു. അതിലൊക്കെ തന്നെ ഈ കേരളത്തിൽ നടക്കുന്ന വികസനം എല്ലാവരും അറിയുന്നില്ല, മറ്റ് പ്രദേശങ്ങളിൽ അറിയുന്നില്ല എന്നൊക്കെയുള്ള വിമർശനം പൊതുവെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും ഇന്നുകൂടി പൊതുചർച്ചയാണ് ഈ അവലോകന റിപ്പോർട്ടിന്മേലും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലും. അതിനുള്ള മറുപടി ഇന്ന് പ്രകാശ് കാരാട്ട് നൽകും. അതിനുശേഷമായിരിക്കും സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച് മറ്റ് നടപടികളിലേക്ക് നീങ്ങുക. ഏതായാലും സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ വരും, ആരൊക്കെ പുതിയ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരും. 75 വയസ്സ് നിർബന്ധമാക്കണം എന്നുള്ള നിലപാടിനെതിരെ ഇന്നലെ ഒരുപാട് അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുമോ, ഏതെങ്കിലും നേതാക്കൾക്ക് ഇളവ് നൽകുമോ പുതിയ ജനറൽ സെക്രട്ടറി എന്നതൊക്കെ തന്നെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഓക്കെ, വേറെ കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്തപ്പം കൊല്ലത്ത് വലിയ ഒരു വൈബ് ഉണ്ടായിരുന്നു. ആ വൈബൊന്നും മധുരയിൽ ദേശീയ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്തില്ല, അല്ലേ? ലോക്കലായിട്ടാണെങ്കിലും ശരി, പാർട്ടിയുടെ ഒരു പക്ഷേ കേരളത്തിലേക്ക് ഉള്ളതുപോലെയുള്ള വലിയൊരു കോട്ടയൊന്നും അല്ലല്ലോ മധുര. അതുകൊണ്ടായിരിക്കും, അല്ലേ? മധുര പാർട്ടിയുടെ ഒരു കോട്ട തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മധുരയിലെ MP CPIM-ൻ്റെ MP ആണ്. തൊട്ടടുത്ത ദിണ്ടുകല്ലും CPIM പാർലമെൻറ്റ് അംഗം ഉള്ള ഒരു മണ്ഡലമാണ്. ഏതായാലും മധുര ഒരുപാട് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ കേരളത്തിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായും പാർട്ടി അധികാരത്തിലുള്ളൊരു സംസ്ഥാനമാണ്. സ്വാഭാവികമായും ഒരു അധികാര തുടർച്ച എന്ന ഒരു ലക്ഷ്യവുമായി പാർട്ടി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ആവേശം പാർട്ടിക്കാർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതേസമയം മധുരയിലേക്ക് എത്താനൊക്കെ തന്നെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും, അതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ അവസാന ദിവസം നടക്കുന്ന പൊതുസമ്മേളനത്തിലൊക്കെ തന്നെ വലിയ പ്രാതിനിധ്യമുണ്ടാകും എന്ന് നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധുരയുടെ തമിഴ്നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെത്തും, ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേരെത്തും. ഏതായാലും ഒരു ആവേശത്തിലേക്ക് പാർട്ടി കോൺഗ്രസ് നീങ്ങുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു ദേശീയ സമ്മേളനമായതുകൊണ്ട്, അതും കേരളത്തിന് പുറത്ത് നടക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം. ഓക്കെ, താങ്ക് യു. പി. സുനിൽ ആണ് വിവരങ്ങൾ നൽകിയത്.